Hello everyone. Today we are going to discuss on the topic impact of home language on learners and language instruction. The slide is presented by Miss P.K. Bhavana and Miss Tushara K. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇമ്പാക്റ്റ് ഓഫ് ഹോം ലാംഗ്വേജ് ഓൺ ലേണേഴ്സ്, അതായത് എങ്ങനെയാണ് ഒരു മാതൃഭാഷ ലേണേഴ്സിനെ സ്വാധീനിക്കുന്നത് എന്നാണ്. Now let's look upon the introduction part. The first point is language is central to learning, identity formation and communication. അതായത് ഭാഷ എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ചിന്താശേഷിയും പഠനശേഷിയും ലേണിംഗ് എബിലിറ്റീസ് അതുപോലെ തന്നെ ഐഡൻറ്റിറ്റി ഫോർമേഷൻ വ്യക്തിത്വ വളർച്ചയ്ക്കും വലിയ രീതിയിൽ തന്നെ സ്വാധീനം ചെയ്യുന്നു എന്നാണ് ഈ ഒരു പോയിന്റ് പറയുന്നത്. The second point is many children start school speaking a home language different from the language of instruction. അതായത് മോസ്റ്റ്ലി എല്ലാ കുട്ടികളും അവരുടെ മാതൃഭാഷയാണ് ആദ്യത്തെ സ്കൂൾ കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്നത്. അവർ പിന്നീട് പഠിക്കുന്ന ലാംഗ്വേജാണ് ഈ ലാംഗ്വേജ് ഓഫ് ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ പാഠഭാഷ എന്ന് പറയുന്നത്. ഇംഗ്ലീഷ്, ഹിന്ദി പോലത്തെ ലാംഗ്വേജസ് ആണ് ഈ പറയുന്ന ലാംഗ്വേജ് ഓഫ് ഇൻസ്ട്രക്ഷൻസിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ഒരു വിദ്യാലയത്തിൽ പഠനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഭാഷയാണ് ഈ പറയുന്ന ലാംഗ്വേജ് ഓഫ് ഇൻസ്ട്രക്ഷൻ. ദ തേർഡ് പോയിന്റ് ഈസ് യൂസിങ് ദ ഹോം ലാംഗ്വേജ് ഇൻ ഏർലി എഡ്യൂക്കേഷൻ സ്ട്രെങ്തൻസ് കൊഗ്നിറ്റീവ് ആൻഡ് അക്കാഡമിക് ഡെവലപ്മെൻറ്റ്. അതായത് മാതൃഭാഷയാണ് കുട്ടി ആദ്യം മനസ്സിലാക്കുകയും ആശയം രൂപീകരിക്കാൻ ഉപയോഗിക്കുന്നതും ഭാഷ. ഈ ഒരു ഹോം ലാംഗ്വേജ് കുട്ടിയുടെ ചിന്താശേഷിയെയും പഠനശേഷിയെയും വളർത്തിക്കൊണ്ടുവരാൻ ഒരു സ്ട്രോങ് ഫൗണ്ടേഷനാണ് ഒരുക്കുന്നത്. In the next slide, we have the importance of home language. അതായത് മാതൃഭാഷയുടെ പ്രാധാന്യം. മാതൃഭാഷയുടെ സ്വാധീനവും ഭാഷ അധ്യയനവും. Let's look upon to some of the important points given here. Home language is the foundation for all future learning. Home language builds confidence, participation, and comprehension. It helps children to express ideas clearly and relate learning to real-life events. It encourages parental involvement in education. അതായത് മാതൃഭാഷയിൽ പഠനം ലഭിക്കുന്ന കുട്ടികൾക്ക്, മാതൃഭാഷ പഠിക്കുന്ന കുട്ടികൾക്ക് വിഷയങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഓർമ്മിച്ചെടുക്കുവാനും കഴിയും. അത് ഭാവി പഠനത്തിന് ഒരു അടിത്തറ ഒരുക്കുകയും ചെയ്യും. അതായത് ഒരു ഫൗണ്ടേഷൻ, ഒരു ബേസിക് ഫൗണ്ടേഷൻ ഒരുക്കുകയും ചെയ്യും. കുട്ടികളുടെ ആത്മവിശ്വാസം, അതായത് കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാനും മാതൃഭാഷ സഹായിക്കും. അവരുടെ ചിന്തകളെ വ്യക്തമായിട്ട് അവതരിപ്പിക്കുവാനും സഹായിക്കും. മാത്രമല്ല മാതൃഭാഷയിലുള്ള പഠനത്തിൽ രക്ഷിതാക്കളുടെ സഹായവും വർദ്ധിക്കും. പാരൻസ് അവരുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ആയതുകൊണ്ട് തന്നെ അവർക്ക് കുട്ടികളുടെ സംശയങ്ങൾ പരിഹരിച്ചു കൊടുക്കുവാനും ഇതിലൂടെ സാധിക്കുന്നതാണ്. നെക്സ്റ്റ് ഈസ് സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഇമ്പാക്റ്റ് ഓൺ ലേണിംഗ് ഹോം ലാംഗ്വേജ്. മാതൃഭാഷയുടെ സാമൂഹികവും മാനസികവുമായ സ്വാധീനത്തിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. Learners feel valued and respected when their language is recognized. Home language promotes self-esteem and cultural identity. It reduces school dropout rates and learning anxiety. അതായത് മാതൃഭാഷ കുട്ടികൾക്ക് സുരക്ഷാബോധവും ആത്മാഭിമാനവും നൽകുന്നു. മാതൃഭാഷയിലൂടെ അവർ സമൂഹത്തിനോടും സംസ്കാരത്തിനോടും കൂടുതലായി അടുക്കുന്നു. സൊസൈറ്റി അതുപോലെ തന്നെ കൾച്ചറുമായി അവർ കൂടുതൽ അടുക്കുന്നു, അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. അത് പഠനം ഉപേക്ഷിക്കുന്നതിൽ നിന്നും കുട്ടികളെ പിന്തിരിപ്പിക്കുകയും ചെയ്യുന്നു. നെക്സ്റ്റ് വി ഹാവ് പോളിസി ആൻഡ് ടീച്ചിങ് ഇംപ്ലിക്കേഷൻസ്. മാതൃഭാഷയുടെ നയപരവും അധ്യാപനപരവുമായ പ്രതിഫലങ്ങളെ പറ്റിയാണ് ഈ ഒരു സ്ലൈഡിൽ പറയുന്നത്. Schools should adopt mother tongue based multilingual education (NTB MLE). Teachers should receive training in bilingual instruction. Learning materials should reflect local culture and language. ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത് എല്ലാ സ്കൂളുകളിലും മാതൃഭാഷ അടിസ്ഥാനമാക്കിയുള്ള പഠന രീതിക്ക് മുൻതൂക്കം നൽകണം എന്നാണ്. MTB, ഇവിടെ MTB എന്ന് പറയുന്നത് മാതൃഭാഷ അടിസ്ഥാനമാക്കി പഠിപ്പിക്കലിനെയാണ്. MLE മാതൃഭാഷയ്ക്ക് പുറമെ പല ഭാഷകളും ഉൾക്കൊള്ളുന്ന വിദ്യാഭ്യാസ രീതിയാണ് ഈ MLE എന്ന് പറയുന്നത്. ഈ പറയുന്ന രണ്ട് രീതികളും സ്കൂളുകൾ സ്വീകരിക്കേണ്ടതാണ് എന്നാണ് ഫസ്റ്റ് പോയിന്റിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്.
ഫോർ എക്സാമ്പിൾ, ഒരു കുട്ടി പ്രൈമറി സ്റ്റേജിൽ പ്രാരംഭഘട്ടത്തിൽ മലയാളത്തിലൂടെയും പിന്നീട് ഹിന്ദിയും ഇംഗ്ലീഷും ചേർത്ത് പഠിക്കുമ്പോൾ അത് MTB MLE മദർ ടങ് ബേസ്ഡ് മൾട്ടിലിംഗ്വൽ എഡ്യൂക്കേഷൻ എന്ന് പറയപ്പെടും. അധ്യാപകർക്ക് ദ്വിഭാഷാ പരിശീലനം ലഭിക്കണമെന്നാണ് സെക്കൻഡ് പോയിന്റിൽ പറയുന്നത്. ഇതിലൂടെ മാതൃഭാഷയിലും ആഗോള ഭാഷയിലും കുട്ടികൾക്ക് ശക്തമായ അടിത്തറ, അതായത് ബേസ് ലഭിക്കും. കുട്ടികൾക്ക് പഠന വിഷയങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പുസ്തകങ്ങൾ, ചിത്രങ്ങൾ, കഥകൾ തുടങ്ങിയ പാഠസാമഗ്രികൾ അവരുടെ പ്രാദേശിക സംസ്കാരത്തെയും ജീവിത രീതിയെയും ഭാഷയെയും പ്രതിനിധീകരിക്കണമെന്നാണ് ലാസ്റ്റ് പോയിന്റ് അവകാശപ്പെടുന്നത്. നെക്സ്റ്റ് ഈസ് മൾട്ടിലിംഗ്വലിസം ആസ് എൻ അസറ്റ്. ബഹുഭാഷ അറിവിനെ കുറിച്ചാണ് ഈ ഒരു സ്ലൈഡിൽ പറയുന്നത്. Teaching in the home language does not hinder learning a second or global language. Bilingual children often show greater mental flexibility and awareness of language systems. Multilingualism supports inclusive and equitable education aligned with SDG 4. അതായത് സ്റ്റുഡൻസിനെ മാതൃഭാഷയിൽ പഠിപ്പിക്കുന്നത് രണ്ടാമത്തെ ഭാഷയുടെ പഠനത്തെ ഒരിക്കലും തടസ്സപ്പെടുത്തുന്നില്ല, മറിച്ച് അത് സഹായകരമായി മാറുകയാണ് ചെയ്യുന്നത്. രണ്ട് ഭാഷകൾ സംസാരിക്കുന്ന കുട്ടികൾ, അതായത് ബൈലിംഗ്വൽ ആയിട്ടുള്ള കുട്ടികൾക്ക് കൂടുതലായി മനസാന്നിധ്യവും ഭാഷാബോധവും ഉണ്ടാകും. അതായത് അവർക്ക് വാക്കുകളും വാക്യങ്ങളും എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് കൂടുതൽ മനസ്സിലാക്കാനും ഒരു ഭാഷയിൽ നിന്ന് മറ്റൊരു ഭാഷയിലേക്ക് വാക്കുകൾ എളുപ്പത്തിൽ മാറ്റാനും കഴിയും. ഇതുകൊണ്ട് അവരുടെ ചിന്താശേഷി, അതുപോലെ പ്രശ്നപരിഹാര ശേഷി, പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ് എന്നിവയും മെച്ചപ്പെടും. ഇവിടെ SDG എന്ന് പറയുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിൻ്റെ അബ്രിവേറ്റഡ് ഫോമാണ്. ഇത് യുണൈറ്റഡ് നേഷൻസ് പ്രഖ്യാപിച്ച 17 ആഗോള ലക്ഷ്യങ്ങളിലെ ഒരു ഭാഗമാണ്. ക്വാളിറ്റി എഡ്യൂക്കേഷൻ അഥവാ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക എന്നാണ് ഈ ഒരു ഗോളിൻ്റെ ആശയം. Now let's conclude this topic. We understood that home language learning means stronger foundation for academic success. We understood that home language promotes inclusion, identity and lifelong learning. മാതൃഭാഷയിൽ കുട്ടികൾ പഠിക്കുമ്പോൾ അവർക്കൊരു ഉറപ്പുള്ള അടിത്തറ, അതായത് ഒരു സ്ട്രോങ് ബേസ് നിർമ്മിക്കാൻ പറ്റുന്നു. അത് അവരുടെ അക്കാദമിക വിജയം ഉറപ്പാക്കുന്നു. കുട്ടികൾ സ്വയം തിരിച്ചറിയലും ആജീവനാന്ത പഠനശീലവും വളർത്തുന്നു. അതായത് മാതൃഭാഷയിൽ പഠിക്കുന്നൊരു കുട്ടി വെറും പാഠങ്ങൾ മാത്രമല്ല, ജീവിതം മുഴുവൻ പ്രയോജനപ്പെടുത്താവുന്ന, ഉപയോഗിക്കാൻ പറ്റുന്ന അറിവും മൂല്യങ്ങളും ആണ് സമ്പാദിക്കുന്നത്. That means a child who learns in their mother tongue learns for life. Thank you.